സുനിൽ. ഹായ് സുനിൽ. താങ്ക് യു എവരിബഡി. വളരെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവരോടൊപ്പമായിരിക്കാനും ചില അനുഭവങ്ങൾ പങ്കുവെക്കാനുമുള്ള അവസരം ഉണ്ടായതിന് കൂട്ടായ്മയോടും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോടും ആ വലിയ ശക്തിയോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ മുൻപ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരിക്കലും ഇതൊരു വിഷയ അവതരണമല്ല. അത്തരം കാര്യങ്ങളിൽ വിശ്വാസവും താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത് അപ്പം എന്തായാലും എയുടെ ഏതെങ്കിലും ഒരു തത്വങ്ങളെ കുറിച്ചല്ല. ആ തത്വം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റി, അത് എന്നിൽ എങ്ങനെ പ്രവർത്തിച്ചു, അത് എൻ്റെ ഒരു അനുഭവമായിട്ട് എല്ലാവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യപ്പെടുന്നത് വൈകാരിക സുബോധാവസ്ഥ. ഇത് ഒരുപാട് കാരിൽ നിന്നും ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീണ്ടും രാമേട്ടൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയും അത് തന്നെയായിരുന്നു. വൈകാരിക സുബോധാവസ്ഥയെക്കുറിച്ച് നമ്മൾ മദ്യാസക്ത രോഗികൾ എന്നുള്ള നിലയിൽ, എയിലൂടെ സഞ്ചരിക്കുന്നവർ എന്നുള്ള നിലയിൽ എത്രമാത്രം നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്താലും മതിയാവാത്ത ഒരു മേഖലയാണോ എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ നമ്മൾ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്നങ്ങനെ കരുതുകയാണ് ചെയ്തത്. അതിന് വളരെ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടാവുകയും ചെയ്തു. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനത് പിന്നീട് പറഞ്ഞു പോകാം. അപ്പം നമുക്കറിയാം, നമ്മളതിൻ്റെ അകത്ത് തുടക്കം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മദ്യാസക്തി എന്ന് പറയുന്ന രോഗം നമ്മളിൽ 3 തലങ്ങളിലാണ് ബാധിക്കുന്നത്: ശാരീരികം, മാനസിക, ആത്മീയം. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അല്ലെങ്കിൽ എയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ ഇതിൽ ആദ്യത്തെ തലം ശാരീരികം, അത് നമ്മൾ മദ്യം കഴിക്കാതിരിക്കുന്നതിലൂടെ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതിയാവും: മദ്യത്തിന് മുന്നിൽ ഉള്ള ആ ശക്തിഹീനത, നമ്മളിൽ പറയുന്ന ആദ്യ ഭാഗം, മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത അംഗീകരിക്കുന്ന, ശരിയായ അർത്ഥത്തിൽ അംഗീകരിക്കുന്ന ഏതൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അത് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളൊരു കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, കൂട്ടായ്മയുടെ സഹായത്തോടെ ഏതൊരാൾക്കും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. പിന്നീടുള്ള 2 തലങ്ങളാണ് നമ്മുടെ മാനസിക, ആത്മീയം. ഇത് രണ്ടും പരസ്പരം ചേർന്ന് കിടക്കുന്ന, വളരെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 തലങ്ങളാണല്ലോ മാനസികവും ആത്മീയവും. അപ്പൊ ആദ്യത്തെ ആ ഒരു തലം, ശാരീരികമായിട്ടുള്ള ആ ഒരു രോഗാവസ്ഥയെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക, അതിന് നമ്മൾ കൂട്ടായ്മ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മറ്റൊന്നിന്റെ സഹായം സ്വീകരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കൂട്ടായ്മയിൽ എത്തുകയും കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഇനി അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഈശ്വര വിശ്വാസമോ ഒരു ഈശ്വരനിലൂടെയുള്ള അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മറ്റൊരു ശക്തിയിലുള്ള കടുത്ത വിശ്വാസമൊന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഈ ശക്തിഹീനത മാത്രം നമുക്ക് അംഗീകരിച്ചു കഴിഞ്ഞാൽ കുടിയിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷെ മറ്റു 2 തലങ്ങൾ, ആത്മീയം, മാനസികം, ഈ 2 തലങ്ങളിലുള്ള സുഖപ്പെടലിന് അല്ലെ സുബോധാവസ്ഥയ്ക്ക് നമ്മളെക്കാൾ വലിയൊരു ശക്തി, ആ ശക്തിയിലുള്ള നമ്മുടെ ഒരു വിശ്വാസവും, ആ ശക്തിയിൽ നമ്മുടെ ഇച്ഛയും ജീവിതവും വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ, അതിനെത്രമാത്രം നമ്മൾ സന്നദ്ധമായിട്ടുണ്ടോ, അത് എത്രമാത്രം പ്രാവർത്തികമായിട്ടുണ്ടോ, അതിനനുസരിച്ചിരിക്കും നമ്മുടെ വൈകാരിക തലത്തിലുള്ള ഒരു സുബോധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം വൈകാരിക സുബോധാവസ്ഥയെ അളകാക്കാനുള്ള അളവുകോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വലിയ ശക്തിക്ക് നമ്മുടെ ഇച്ഛയും ജീവിതവും
ആ ശക്തിയിലുള്ള പരിപൂർണ വിശ്വാസത്തിലൂടെ എത്രമാത്രം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ, വിട്ടുകൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ വളർച്ച. അതിന്റെ അളവ് കുറവാണെങ്കിൽ വൈകാരിക സുബോധാവസ്ഥയും കുറവായിരിക്കും. അതിന്റെ അളവ് കൂടുതലാണെങ്കിൽ വൈകാരിക സുബോധാവസ്ഥയിലും നമ്മൾ അതിൻ്റെ അകത്ത് നല്ല ശക്തമായിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കും. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഈ ആദ്യ തലത്തിൽ മാത്രമുള്ള സുഖപ്പെടുത്തലും അതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചില സാഹചര്യങ്ങളുടെ ആ ഒരു വളർച്ചയും ഒക്കെ നമ്മുടെ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെ നമ്മുടെ ഈ രോഗാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കരുതി അതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു സെറനിറ്റി പ്രേയറിൽ, അതായത് പ്രശാന്തതയുടെ ആ പ്രാർത്ഥനയെ പറയുന്നതിനാണ് മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി. അപ്പൊ എന്താണ് ഈ പ്രശാന്ത മനസ്ഥിതി എന്നുള്ളത്? നമ്മുടെ കൂട്ടായ്മ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു മനസ്ഥിതി എന്താണ്? അതൊക്കെ നമ്മുടെ വൈകാരിക തലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. അതിനെക്കുറിച്ച്, ഈ പ്രശാന്തതയെക്കുറിച്ച് അല്ലെ പ്രശാന്ത മനസ്ഥിതിയെക്കുറിച്ച് നമ്മുടെ കൂട്ടായ്മ, അതായത് നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തതയുടെ അർത്ഥം അത് ഞാനൊന്ന് വായിക്കാം. പ്രശാന്തതയുടെ അർത്ഥം അതൊന്നുമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതായത് 19ാമത്തെ പേജില് ആന്തരികമായ സമാധാനത്തോടും ശക്തിയോടും കൂടെ തെളിമയാർന്ന കണ്ണുകളോടെ യഥാർത്ഥമായി ലോകത്തെ കാണുന്നതാണ് പ്രശാന്തത എന്ന സത്യം. ഒരു തിരിച്ചറിവായി അത് ഇപ്പോൾ ഞങ്ങളിലേക്ക് കടന്നു വരും. അപ്പൊ ഈ പ്രശാന്തത എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഉണ്ടാവുന്നതല്ല. ആന്തരികമായ സമാധാനം, വൈകാരിക തലത്തിലുള്ള വലിയൊരു പുരോഗതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാലങ്ങൾ കൊണ്ട് എനിക്കൊക്കെ ഒരു പരിധി വരെയെങ്കിലും എത്തിപ്പെടാൻ കഴിഞ്ഞ ഒന്നാണ് ഈ ആന്തരികമായ സമാധാനവും എന്ന് പറയുന്നത്, അതോടൊപ്പമുള്ള ശക്തിയും. അപ്പൊ ആ ആന്തരികമായ സമാധാനത്തോടും ശക്തിയോടും കൂടെ തെളിമയാർന്ന കണ്ണുകളോടെ യാഥാർത്ഥ്യ ബോധത്തോടെ ലോകത്തെ കാണാൻ കഴിയുന്നതാണ് പ്രശാന്തത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയൊരു കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് എത്തിപ്പിടിക്കാൻ പറ്റുന്നതല്ല. കുടിയിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ, കുടിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതല്ല ആന്തരികമായ സമാധാനം എന്ന് പറയുന്നതും അതിനനുസരിച്ചുള്ള ഒരു ശക്തിയും തെളിമയാർന്ന കണ്ണുകളും. അതിലേക്ക് നമ്മൾ എൻ്റെ അകത്ത് പോകുമ്പോൾ എനിക്കൊക്കെ എൻ്റെ അകത്ത് ഉള്ളൊരു പ്രശ്നം, ഇതൊക്കെ ഞാൻ ഈ ആദ്യകാലത്ത് എത്തിയ സമയത്ത് ശരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് അന്നൊക്കെ വായിച്ച, മനസ്സിൽ വളരെയധികം സ്പർശിച്ച ഒരു വാചകമായിരുന്നു അത്. എന്താണ് നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനയിൽ പറയുന്ന പ്രശാന്തത, അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ, ഒരു മദ്യാസക്ത രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗി കൂടിയാണ്. ഒരു ക്രോണിക് ആൽക്കഹോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു മാനസിക രോഗി കൂടിയാണ്. നമ്മളിപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് നിർത്തിയിരിക്കുന്ന ഒരു ചട്ടക്കൂടിലുള്ള അത്തരത്തിലുള്ള ഒരു പ്രാന്തകാരെ അല്ലെങ്കിൽ അതിനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിയായ മദ്യാസക്തൻ ഒരു മാനസിക രോഗി കൂടിയാണ്. അപ്പൊ ആ മാനസിക ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഈ മദ്യാസക്തി ജീവിതാവസാനം വരെ, നമ്മുടെ മരണം വരെയും അത് നമ്മളോടൊപ്പം നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിനോടൊപ്പമുള്ള ഈ മാനസിക തലത്തിലുള്ള നമ്മുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വലിയ സങ്കീർണമായിട്ടുള്ള അവസ്ഥയും. അത് എത്ര കാലം മുന്നോട്ട് പോയാലും നമുക്ക് അതിൻ്റെ അകത്ത് പലപ്പോഴും ഈ മദ്യാസക്തി തലപൊക്കുന്നത് പോലെ തന്നെ ഈ വൈകാരിക തലത്തിലുള്ള ഈ പ്രശ്നങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് തലപൊക്കിക്കൊണ്ടിരിക്കും. എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്കത് ശരിക്കും ഞാൻ അത് അനുഭവിച്ച് പോന്നിട്ടുള്ളതാണ്. അതിലേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഞാനത് വരാം. അപ്പം ഈ ഒരു അവസ്ഥയൊക്കെ ഇതിൻ്റെ അകത്ത് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അതിലാദ്യമായിട്ട് ചെയ്യേണ്ടത്, എൻ്റെ അവസ്ഥ, ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയിൽ എൻ്റെ അവസ്ഥ എന്താണ്, മാനസിക തലത്തിൽ ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞ ഒരു ചിത്തഭ്രമം ബാധിച്ച ഒരു നമ്മുടെ കാഴ്ചപ്പാടുള്ള ഒരു ഭ്രാന്തൻ എന്നുള്ള അർത്ഥത്തിലല്ല, ശരിക്കും ഇത് മാനസിക തലത്തിൽ ബാധിക്കുമ്പോൾ അതൊരു മാനസിക രോഗമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു തലത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ, ഇതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം?
അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ അറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ കൃത്യമായിട്ട് അറിയും. കൂട്ടായ്മ അറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മുടെ കൂട്ടായ്മ അറിയാനുള്ള ഒരു 90% ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് പറയും. മറ്റുള്ളതിനൊക്കെ വെറും 10% പോലും സ്വാധീനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ അനുഭവമാണ് കേട്ടോ പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിനെ അറിയണം. ആൽക്കഹോളിക്സ് അനോണിമസിനെ അറിയണമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിൽ കൂടിയുള്ള സഞ്ചാരമാണ് അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത്. ഇനി മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ കുടിയാണ് മുഖ്യമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരുന്നു ഞാനും അതിൻ്റെ അകത്ത് എയിലേക്ക് എത്തിയത്. എയിലേക്ക് എത്തി കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപ് തന്നെ പല മീറ്റിങ്ങുകളും പറഞ്ഞിട്ടുള്ളതാണ്, ഷെയർ ചെയ്തിട്ടുള്ളത്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ വിട്ടുപോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിട്ടുപോകണം എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ ഒരു തരത്തിലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കുടിക്കുന്നില്ലായിരുന്നു, കുറേയധികം കാര്യങ്ങൾ ശരിപ്പെടുത്തിയിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പ്രശാന്തത, ആന്തരികമായ സമാധാനം, അത് ശരിയായ അർത്ഥത്തിൽ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എൻ്റെ വൈകാരിക തലം എത്തിയിരുന്നില്ല, അല്ലെ മാനസിക തലം എത്തിയിരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളത് അവിടെ ചിന്തിച്ചു. എന്തുകൊണ്ട് ഞാൻ കൂട്ടായ്മയിൽ എത്തിയിട്ടും കുടിയിൽ നിന്ന്, നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം, കൂട്ടായ്മയിൽ എത്തിയ കാലം വരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കുടിക്കാത്ത കുടിയന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ദയനീയമായിട്ടുള്ള, പരിതാപകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ കുടിക്കാതിരിക്കൽ മാത്രമല്ലായിരുന്നു കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അപകടകരമായിട്ടുണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ ശരിപ്പെടുത്തേണ്ടത് തോന്നി മുൻഗണനകൾ നൽകിക്കൊണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, അത് മാനസികമായിട്ട് നമ്മുടെ മനോഭാവത്തിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ, ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. ആ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ തയ്യാറായിരുന്നു. അതിനുവേണ്ടി ശക്തമായിട്ട് ശ്രമിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഒരു ഒരു പരിധിക്കപ്പുറമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ വിട്ടുപോയിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ കഴിഞ്ഞാൽ, കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു മരണമോ ഒരു ആത്മഹത്യ പോലും പല ഘട്ടങ്ങളിലും ചിന്തിച്ച ഒരു ആത്മഹത്യയുടെ അത് നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AA മീറ്റിങ്ങിൽ ആദ്യമായിട്ട് എത്തിപ്പെടുന്നത്, 2013. അപ്പം അതുകൊണ്ട് വീണ്ടും കുടിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല, മരണത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് പോലും മുൻപുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ പരിതാപകരമായിരിക്കും, സങ്കീർണമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും നിലനിന്നേ മതിയാവുള്ളൂ. അപ്പൊ ആ ആന്തരികമായിട്ടുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ആ പ്രശാന്തത എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ രോഗത്തില് അല്ലെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടായത് അന്നേരമായിരുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ കുടിക്കുന്നില്ല, പ്രത്യക്ഷത്തിലുള്ള എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് മറ്റുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് കുടുംബത്തിലും ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളിലും അത് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരത് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്കത് വളരെ തൃപ്തികരവുമായിട്ടുള്ള ഒരു സമാധാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്കെത്താൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ആന്തരികമായിട്ടുള്ള ആ ഒരു സമാധാനവും പ്രശാന്തതയും എനിക്കില്ല. അതിൻ്റെ കാരണം പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ പറയുന്ന ഒരു വലിയ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വൈകാരിക സുബോധാവസ്ഥയ്ക്ക്, ആന്തരികമായ സമാധാനത്തിന് തടസ്സം നിൽക്കുന്നതായിട്ട് കണ്ടു. അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക സുബോധാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിൽ നിലനിൽക്കുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വം. നമ്മുടെ കൂട്ടായ്മ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മിക്കവാറും മദ്യാസക്തരെല്ലാവരും ഒരു ഇരട്ട വ്യക്തിത്വം നയിക്കുന്ന വ്യക്തികളാണെന്നുള്ളവരും. ഞാൻ നമ്മുടെ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുൻപ്, അല്ലെ ആദ്യമായിട്ട് ഒരു തുള്ളി മദ്യം കഴിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കുടിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, എൻ്റെ കോളേജ് പഠനകാലത്ത് ആദ്യമായിട്ട് ആ കോളേജിലെ പ്രിൻസിപ്പളിൽ നിന്നാണ് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത്, ഡ്യുവൽ പേഴ്സണാലിറ്റി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് പല പ്രശ്നങ്ങളിലും അന്നൊക്കെ കൊണ്ട് തലവെക്കുകയും പല ഘട്ടങ്ങളിലും സസ്പെൻഷനിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, 1987
ഇതിനൊക്കെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്നുള്ളത് അദ്ദേഹം അന്ന് പറഞ്ഞത്. അന്ന് ഞാനത് അത്ര അതിന്റെ ആ ശരിയായ അർത്ഥം എനിക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. ഒരു ഇരട്ട വ്യക്തിത്വമാണ് അദ്ദേഹം അതിൻ്റെ കൊണ്ട് അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് നേരത്തെ കേട്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുന്നതും പിന്നെ ഈ അമിത മദ്യത്തിലേക്ക് പോകുന്നതും നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തുന്നതും. അപ്പൊ ഞാനത് കഴിഞ്ഞപ്പോ ഈ അദ്ദേഹം അന്ന് പറഞ്ഞ, നമ്മുടെ കൂട്ടായ്മ പറഞ്ഞ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലേ എൻ്റെ വൈകാരിക സുബോധാവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ആ ഒരു ഇരട്ട വ്യക്തിത്വം, എന്നെ പുറമേ കാണുന്ന ആളുകൾ എന്നെ പുറമേ അതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെ ഞാൻ പുറമേ കാണിക്കുന്ന ആ വ്യക്തിത്വവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെതായ മാനസിക വിചാരങ്ങളും അത്തരത്തിലുള്ള പ്രവൃത്തികളും അത്തരത്തിലൊരു ജീവിതവുമായിട്ട് ഞാൻ വളരെ കരുതലോടെ വളരെ ഗോപ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ പ്രത്യക്ഷത്തിലുള്ളതിനേക്കാൾ വലിയ ഭീമാകാരമായിട്ടുള്ള മറ്റൊരു വ്യക്തിത്വത്തെ, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഞാൻ വളർത്തി വലുതാക്കി വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ആ ഒരു ഇരട്ട വ്യക്തിത്വം അല്ലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പുറമെ ആളുകളുടെ മുൻപിൽ വളരെ മാന്യതനാണെന്നും വളരെ എല്ലാ തരത്തിലും അതിൻ്റെ അകത്ത് അംഗീകരിക്കപ്പെട്ടവനാണെന്നും ഒക്കെ അതിൻ്റെ അകത്ത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള മറ്റൊരു വ്യക്തിത്വത്തെ ഞാൻ അതിൻ്റെ അകത്ത് മനസ്സിൽ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. അതെൻ്റെ പ്രത്യക്ഷത്തിലുള്ള ആ രൂപത്തിനേക്കാൾ വലിയ ഒന്നായിരുന്നു. വളരെ വലിപ്പമുള്ള ഭീകരമായിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമായിരുന്നു എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന എനിക്ക് ബോധ്യപ്പെട്ടു. ആ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം ഞാൻ കൂട്ടായ്മയിൽ എത്തിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വളരെ സത്യസന്ധമായിട്ട് വലിയ ഒരു വിലയിരുത്തൽ. അത് പടികളൊന്നും അല്ലായിരുന്നു കേട്ടോ, 4-ാം പടിയൊന്നും അല്ലായിരുന്നു. ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിത്വത്തെ ഒന്ന് വിലയിരുത്തുക. പ്രത്യക്ഷത്തിലുള്ള എൻ്റെ ഒരു പ്രശ്നമായിരുന്നുള്ള മദ്യപാനത്തെ നിലയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഉള്ളിലുള്ള ആ വ്യക്തിത്വത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ഞാൻ കുടി അമിതമായതിന് ശേഷം തുടങ്ങിയതോ തുടർന്നതോ വളർത്തിയതോ പുതുതായി എത്തിപ്പെട്ടതോ ആയ കാര്യങ്ങളാണോ എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് വിലയിരുത്തി. അപ്പം കുടി എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവ്. ഞാൻ അതിൻ്റെ അകത്ത് മുൻപ് പറഞ്ഞു പോയിട്ടുള്ളത് പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു 25-ാമത്തെ വയസ്സ് 24-ാമത്തെ വയസ്സിന്റെ ഒരു അവസാന ഘട്ടം മുതൽ ഒരു 38-40 വയസ്സിന്റെ അവിടം വരെ അതിൻ്റെ അകത്ത് അത്രയും കാലഘട്ടത്തിൽ കുടിച്ചിട്ടുള്ളൂ. അതിൽ അവസാനത്തെ ഒരു 4 വർഷം മാത്രമേ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നിലുള്ള ഇരട്ട വ്യക്തിത്വം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചെറുപ്പം മുതലേ അതിൻ്റെ അകത്ത് എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ കാര്യങ്ങൾ ആ വ്യക്തിത്വം വഹിക്കുന്നുണ്ട്, ചുമക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടരുന്നുണ്ട്, പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പറയാനുള്ള ജന്മവാസനകൾ, സ്വഭാവ വൈകല്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, അത്തരത്തിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ മദ്യാസക്തൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപേ തന്നെ എന്നിൽ ഉള്ളിൽ ആരംഭിക്കുകയോ വളരുകയോ അത് ഏറ്റക്കുറച്ചിലുകളോടെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയോ അതിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ കുടിയിൽ നിന്നുള്ള മാറി നിൽക്കലിലൂടെ അല്ലെങ്കിൽ കുടിയിൽ നിന്ന് മുടി ഞാൻ മാറ്റി നിർത്തിയപ്പോൾ ഈ പറയുന്ന എൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വത്തിൽ ഞാൻ വളരെ ഗോപ്യമായി വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തിത്വം ഇതെല്ലാം എത്തിയതിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. പല കാര്യങ്ങളും ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. മനസാക്ഷിക്ക് വിരുദ്ധം ഞാനത് കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്തോ എന്നുള്ള ന്യായീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അത് ചെയ്ത കാലഘട്ടത്തിലൊക്കെ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ന്യായീകരണങ്ങളിലൂടെ വഴിവിട്ട സ്വഭാവ ദൂഷ്യങ്ങളുടേതായ കുറേ അധികം കാര്യങ്ങളിലൂടെ ഈ കുടിയിലേക്ക് വരുന്നതിന് മുമ്പ് സഞ്ചരിച്ചിരുന്നു. എത്തിയതിന് ശേഷവും ഞാൻ തുടർന്നു. പക്ഷെ എത്തി എൻ്റെ മനോഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ പലതും ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് എൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പല കാര്യങ്ങളിലും എനിക്ക് മനസാക്ഷി കുത്തുണ്ടാക്കാൻ തുടങ്ങി.
അതായിരുന്നു എൻ്റെ ആ സമാധാനക്കേടിന്റെ മുഖ്യമായിട്ടുള്ള പ്രശ്നം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ശരിക്കും ഒരു ഏലൊക്കെ എത്തി 2-3 വർഷം, ഒരു 3 വർഷത്തോളവും ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തിത്വം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതായ സ്വഭാവ ദൂഷ്യത്തിൻ്റെതായ ജന്മവാസനകളുടേതായ സ്വഭാവ വൈല്യങ്ങളുടേതായ കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനെയൊന്നും മാറ്റി നിർത്താൻ തയ്യാറായിരുന്നില്ല. അതിനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വല്ലാതെ താലോലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അത്തരത്തിലൊരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്കും വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ എനിക്കത് മുൻപൊരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള ഭയങ്കരമായൊരു കുറ്റബോധം, കടുത്തൊരു കുറ്റബോധം ഉണ്ടായി. അപ്പം ശരിക്കും ഞാൻ ഒരു കോട്ടയം അപ്പറയാണ് അന്നേരം ആ സമയത്ത്. ഇവിടെ എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് കൂത്താട്ടുകുളത്ത് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററിന് അപ്പുറയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരുന്നത്. അപ്പം 2 കാര്യങ്ങളായിരുന്നു എനിക്കുണ്ടായത്. ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മുൻപ് എന്നത്തേക്കാളും ഉപരിയായിട്ട് ഭാര്യയെ ഫേസ് ചെയ്യാൻ ഒക്കെ ഉള്ള വല്ലാത്തൊരു വിഷമം. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ 45 കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ ഇറങ്ങി കുടിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്ന തരത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥ വന്നു. കുറ്റബോധം എന്നെ എത്തിച്ചു. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ വീട്ടിലേക്ക് വന്നിച്ചൊന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ അപ്പോൾ തന്നെ വളരെ നേരത്തെ 6 മണിക്ക് തുടങ്ങേണ്ട ഒരു മീറ്റിങ്ങിന് ശരിക്കും വീട്ടിൽ തങ്ങാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കുറ്റബോധവും ഭാര്യയെ വിവരിക്കാനൊക്കെയുള്ള ഒരു വിഷമവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ മീറ്റിങ്ങിലേക്ക് പോയി. ആ മീറ്റിങ്ങിൽ പോയി ശരിയായ രീതിയിൽ അവിടെ മനസ്സ് തുറന്ന് ഞാനത് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒരു അല്പമെങ്കിലും ഒരു ശാന്തതയും സമാധാനവും വന്നത്. പിന്നെ അതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അത് എൻ്റെ ആ ഒരു വൈകാരിക അല്ലെങ്കിൽ ആന്തരികമായ സമാധാനത്തെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കുന്നതിൽ പിന്നീട് ഞാനത് ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയധികം സഹായകമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ നിമിഷവും ഈ നമ്മുടെ ഈ ചിന്തകൾ വളരെ കുഴപ്പം പിടിച്ച ഒന്നാണല്ലോ. നമ്മുടെ കൂട്ടായ്മ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ അഡിക്ഷൻസ് കഴിഞ്ഞ് അതേ മദ്യത്തിലുള്ള അടിമത്തം പോലെ തന്നെയാണ് ചിന്തകളിലുള്ള നമ്മുടെ അടിമത്വവും. ഈ അഡിക്ഷൻ തിങ്കിങ്, ചിന്തകളിലുള്ള അടിമത്വം. ആ കാലഘട്ടത്തിൽ മദ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള ഉപയോഗവും ആസ്വദിച്ച് നമ്മൾ കുടിച്ചതുമായിട്ടുള്ള അവസരങ്ങളെ ഇപ്പോഴും മനസ്സിലിട്ട് താലോലിക്കുകയും ആ ഓർമ്മകൾ വളരെ സുന്ദരമായിട്ട് നമ്മൾ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഇത്തരത്തിലുള്ള ആ ഒരു ചില സംഭവങ്ങളെയും കാലഘട്ടത്തെയും ആ അവസരങ്ങളെയും ഒക്കെ വീണ്ടും വീണ്ടും എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയും ആ ചിന്തകളിലൂടെയുള്ള ഒരു സഞ്ചാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവ വൈകല്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവ ദൂഷ്യത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിൽ ഒരു അടിമത്വം ഒരു പരിധിവരെയെങ്കിലും ചിന്തകളിൽ, ഇപ്പം പ്രവൃത്തികളില്ല, ഞാൻ പറഞ്ഞല്ലോ അന്ന് സംഭവിച്ചതിന് ശേഷം ഒരു 3 വർഷത്തിന് എത്തി 3 വർഷത്തിന് ശേഷം ആ ഉണ്ടായ ഒരു കുറ്റബോധവും അതിനെ തുടർന്നുണ്ടായ എൻ്റെ ഒരു മീറ്റിംഗിലെ ഷെയറിങ്ങിന് ശേഷം ഞാൻ അത് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് പോയിട്ടില്ല. പക്ഷെ എൻ്റെ ചിന്തകളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മദ്യത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മദ്യത്തെ നമ്മൾ കൂട്ടായ്മ പറയുന്നതിനനുസരിച്ച് 24 മണിക്കൂർ പദ്ധതിയുടെ ഭാഗമായിട്ട് എങ്ങനെ മാറ്റി നിർത്തുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെയും മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നെനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഇരട്ട വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ട് നടന്നിരുന്ന സ്വഭാവ ദൂഷ്യങ്ങളുടേതായ സ്വഭാവ വൈല്യങ്ങളുടേതായ ആ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആ രീതികളെയും ഞാനത് മാറ്റി നിർത്തിയതിലൂടെ ആ സമാധാനത്തിൻ്റെതായ ഒരുപാട് മുന്നോട്ട് പോക്കിന് വിധേയനാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ പുരോഗതിക്കുള്ള തടസ്സം നിൽക്കലിന് കാര്യം. അതില് ഈ മദ്യപാനം ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും ബോധ്യപ്പെടുന്നതിനും തിരുത്തുന്നതിനും തയ്യാറാകുന്നതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ കാര്യത്തില് ഒരു പരിഹാരം കണ്ടെത്തിയതിലൂടെ വലിയ ഒരു പുരോഗതി മാനസിക തലത്തിൽ വൈകാരിക തലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഇതിന്റെ ഒരുപാട് ബാക്കി നിൽക്കുന്നുണ്ട് അത്തരം ചിന്തകൾ. അതും ഞാനത് തിരിച്ചറിയുന്നുണ്ട്. ഇനി ഈ പുരോഗതിയുടെ ഒക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ തുടക്കം അല്ലെങ്കിൽ നമ്മൾ ഈ
നമ്മുടെ 68ാമത്തെ പേജില്, ബിഗ് ബുക്കിന്റെ 68ാമത്തെ പേജില് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും സത്യസന്ധതയില്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്? ആരെയൊക്കെയാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞങ്ങൾ അന്യായമായ അസൂയയും സംശയവും പരുഷ സ്വഭാവമുള്ളവരായിരുന്നില്ലേ? ഞങ്ങൾക്കെവിടെയാണ് തെറ്റ് പറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ അത് വീണ്ടും വീണ്ടും ഞാൻ വായിക്കുകയായിരുന്നു. എവിടെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഈ കുഴപ്പങ്ങൾ ഉണ്ടായത്? അതല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ആ കേവലമായിട്ടുള്ള ആ ഒരു സന്തോഷവും സമാധാനത്തിലും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയുള്ള സഞ്ചാരമല്ലേ മനസ്സിന്റെ സന്തോഷവും സമാധാനവും നമുക്ക് അതിൻ്റെ അകത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതിനനുസരിച്ചുള്ള പ്രവർത്തനം എന്ന് തോന്നുന്നു. ഇനിയും പിന്നെയുള്ളത്, ഇതൊക്കെ നമുക്ക് സാധ്യമാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിനുള്ളൊരു കാര്യമുണ്ടല്ലോ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കലിന് ആ ശക്തിഹീനത മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി. അതിന് ഈശ്വരവിശ്വാസം വേണ്ടതില്ല, അല്ലെങ്കിൽ അതിലേക്കൊന്നും എത്തിപ്പെടണമെന്ന് നിർബന്ധമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് ആ രീതിയിലാണ് ആദ്യകാലത്ത് ഫീൽ ചെയ്യപ്പെടുന്നത്. കാരണം ആ ശക്തിഹീനത കൂട്ടായ്മയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ആദ്യ മീറ്റിങ്ങിൽ തന്നെ എത്തിയത്. അതുകൊണ്ട് വീണ്ടും ഒരു കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത വിധം ശക്തിഹീനനാണെന്ന് ആദ്യമേ തന്നെ ബോധ്യപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ഞാനീ പറഞ്ഞ എന്നിലുള്ള ഇരട്ട വ്യക്തിത്വം, ആ ചിന്തകളിലുള്ള അടിമത്വം, അതുപോലെ തന്നെ മദ്യപാനത്തിന് മുൻപേ ജന്മനാ ഉള്ള അല്ലെങ്കിൽ ബാല്യകൗമാര കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് ശരിയായ അർത്ഥത്തിൽ എത്തുന്ന ആ കാലഘട്ടത്തിൽ എന്നിൽ ചേക്കേറിയ അല്ലെ കടന്നുകൂടിയ ഉണ്ടായിരുന്ന വളർന്നു വന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എൻ്റെ വൈകാരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പുരോഗതിയെയും അല്ലെങ്കിൽ ആ രണ്ട് തലത്തിലുള്ള രോഗാവസ്ഥയെയും ഗുരുതരമാക്കുന്നതിന് പ്രധാന കാരണമാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും. അതിന് മദ്യപാനം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രേരകശക്തിയായിട്ട് നിന്നു എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതിനെ മാറ്റി നിർത്തണമെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു ശക്തി, ആ ശക്തിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടായേ പറ്റൂ. ആദ്യകാലത്ത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആശയങ്ങളുടെ ഒരു സഹചാരിയോ ഒക്കെ ആയിട്ട് മാറിയെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിലും ഞാനൊരു നിരീശ്വരവാദിയായിരുന്നില്ല. ഈശ്വരവിശ്വാസം അന്നും ഇന്നും ഉണ്ടായിരുന്നു. അമിതമായിട്ടുള്ള മദ്യപാനത്തിലേക്ക് എത്തിയ സമയത്ത് അതിൻ്റെ അകത്ത് ഈശ്വരവിശ്വാസം കുറയുകയോ നഷ്ടപ്പെട്ടുകയോ ചെയ്തിരുന്നുള്ള ഒരു വസ്തുത മാത്രമായിരുന്നു. കാരണം അങ്ങതിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളവർ ഒറ്റ പ്രാർത്ഥനയും ആ ഒരു വ്യവസ്ഥയും ആ ഒരു കണ്ടീഷനും ആ ആവശ്യവും ആയിട്ടായിരുന്നു ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ ആ കാര്യം മാത്രം അതിൻ്റെ അകത്തൊരു ഡിമാൻഡായിട്ട് വെക്കുന്ന ഒരു അവസ്ഥ എത്തുകയും അതിലൊന്നും ഫലം കാണാതെ വരികയും ചെയ്ത ഒരു ഘട്ടത്തിൽ ആ വിശ്വാസത്തിൽ കുറവ് വരികയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതല്ലാണ്ട് നിരീശ്വരവാദം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അജ്ഞേയവാദവും ഇല്ലായിരുന്നു. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയെക്കുറിച്ചുള്ള സംശയമില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രപഞ്ച ശക്തി, അതിനെ നമ്മൾ എന്ത് പേര് നൽകിയാലും ഉണ്ട് എന്ന് ആദ്യകാലം മുതലേ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ശക്തിയിൽ ഞാൻ ഇപ്പോൾ എത്രമാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ വക പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി വൈകാരിക തലത്തിലെ സുബോധാവസ്ഥയെ ശക്തിപ്പെടുന്നതിനും വളർത്തുന്നതിനും വേണ്ടി ആ ശക്തിയിലുള്ള വിശ്വാസത്തെ ഞാൻ എത്രമാത്രം എന്നിൽ അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയും ഒന്നെങ്കിൽ അല്പ മനസ്സോടെ അല്ലെ അർത്ഥ മനസ്സോടെ അത്തരത്തിലുള്ള എൻ്റെ ഉള്ളിലുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇരട്ട വ്യക്തിത്വത്തിൻ്റെതായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാപ്തമായ തരത്തിൽ അതിനെ വളരെ വളരെ സുരക്ഷിതമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും മറ്റു കാര്യങ്ങളിൽ ഈ
അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മുടെ കൂട്ടായ്മ പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തെ നയിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഇരട്ടത്താപ്പോട് കൂടി, അങ്ങനെയുള്ള ആ ഒരു ചിന്തയോട് കൂടി മുന്നോട്ട് പോയപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങളിൽ ദൈവത്തെ മറന്നു എന്നുള്ളതാണ് സത്യം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനക്കേടിന്റെ അല്ലെ വൈകാരിക തരത്തിലുള്ള എൻ്റെ ആ ഒരു സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. പക്ഷേ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ശരിക്കും അതിൻ്റെ അകത്ത് ബോധ്യപ്പെട്ടു, ഒരു കാരണവശാലും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പ്രോഗ്രാമൊക്കെ നടന്നപ്പം നമ്മുടെ ലാംബർട്ട് മാഷ് പറഞ്ഞതുപോലെ, ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അംഗം എന്നുള്ള നിലയിൽ എയിലോടുള്ള സഞ്ചാരത്തിൽ അവന്റെ മുന്നിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടിന്റെ ഇടയ്ക്കോടെയുള്ള ഒരു വഴി നമ്മുടെ മുന്നിലില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതിന്റെ ഇടയ്ക്കോടെയുള്ള വഴിയിലൂടെയാണ് പല കാര്യങ്ങളും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അത് കേട്ടപ്പോഴല്ല കേട്ടോ, കാരണം എയിലെത്തി ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അത് രണ്ടിനും ഇടയ്ക്കോടെയുള്ള വഴിയിലൂടെയുള്ള സഞ്ചാരം, അർത്ഥമനസ്സോടെയുള്ള വിശ്വാസം, അതെല്ലാം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വീണ്ടും എന്നെ എത്തിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും ആ വിശ്വാസത്തിലേക്കും ആ ശക്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ശക്തിക്ക് എൻ്റെ ഇച്ഛയും ജീവിതവും അതൊക്കെ എൻ്റെ അകത്ത് ആ വിശ്വാസത്തിലേക്ക് എത്തി. എന്നേക്കാൾ ഒരു വലിയൊരു ശക്തിക്ക് മാത്രമേ അതിന് സാധ്യമാകൂ ഉള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി, ആ ശക്തിക്ക് എൻ്റെ ഇച്ഛയും ജീവിതവും ഞാൻ എത്രമാത്രം വിട്ടുകൊടുത്തു എന്നുള്ള ശരിയായ രീതിയിലുള്ള ഒരു പരിശോധന. അതാ ഒരു 3-4 വർഷത്തിന് ശേഷം, തുടക്കകാലത്ത് ഉണ്ടാകുകയും ഇടക്കാലം കൊണ്ട് നിന്ന് പോവുകയും പിന്നെ ഒരു 4 വർഷത്തിന് ശേഷം ഞാൻ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് തിരികെ കൊണ്ടുവരികയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുന്നത്. ദൈനംദിന വിലയിരുത്തൽ ഒരു വ്യക്തിയുടെ, അത് മദ്യാസക്തനാവണമെന്നില്ല, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന വിലയിരുത്തൽ പോലെ പുരോഗതി ഉണ്ടാക്കുന്ന വേറെ ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെട്ടു, അതിൻ്റെ അകത്ത് ഏതൊക്കെ നല്ലതുണ്ടായിരുന്നു, ചീത്തയുണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ അകത്ത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പഠനമോ അതിൻ്റെ അകത്ത് ഒരു എഴുതി തയ്യാറാക്കലൊന്നും അല്ലെങ്കിൽ പോലും മനസ്സിലൂടെ അതിൻ്റെ അകത്ത് അത്തരം കാര്യങ്ങളെ കൊണ്ടുവരുന്നു. ഈ മദ്യത്തെ മാറ്റി നിർത്തിയതും ബാക്കി കാര്യങ്ങൾ തുടർന്നു പോയ പല കാര്യങ്ങളെയും മദ്യത്തെ എങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മ പറയുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇന്നേ ദിവസം ഞാൻ മദ്യപിക്കുന്നില്ല, അല്ലെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ മദ്യപിക്കുന്നില്ല. മദ്യത്തിന്റെ കാര്യത്തിലെടുത്ത അതേ കാര്യങ്ങൾ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഞാൻ എടുത്തു. ഇന്നേ ദിവസം അത്തരത്തിലുള്ള, അല്ലെങ്കിൽ മദ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് മദ്യപിക്കുന്നില്ല. ഒരു സ്ത്രീ വിഷയങ്ങളിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുടേതായ ഭാഗങ്ങളിൽ ഞാൻ ഇന്ന് ഇടപെടുന്നില്ല. അപ്പൊ അങ്ങനെ അതിനെയും ഞാൻ അതിൻ്റെ അകത്ത് ഇന്നേ ദിവസം ഈ 24 മണിക്കൂർ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തിനെയൊക്കെയാണോ എന്നിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, അല്ലെ എന്തിൽ നിന്നൊക്കെയാണോ ഞാൻ മാറി നിൽക്കേണ്ടത്, അതിനെയൊക്കെ ഞാൻ ഈ 24 മണിക്കൂർ പദ്ധതിയുടെ ഭാഗമാക്കി. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പതുക്കെ സമാധാനം ഒക്കെ അതിൻ്റെ അത് മനസ്സിലുണ്ടാവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശാന്തതയുടേതായ ഒരു ചെറിയ വെള്ളി വെളിച്ചങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ മുന്നോട്ട് പോകും തോറും ആ ശക്തിയിലുള്ള വിശ്വാസവും കഴിവും നല്ല രീതിയിൽ വർദ്ധിച്ചു. പിന്നെ ഉള്ള ഒരു പ്രശ്നം, എൻ്റെ ഇച്ഛയും ജീവിതവും എത്രമാത്രം ഈ വലിയ ശക്തിക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അതിലും പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ആ ശക്തിയെ മാറ്റി നിർത്തുകയോ ആ ശക്തിയുടെ ിലുള്ള ആശ്രിതത്വോ അല്ലെങ്കിൽ ആ ശക്തിയെ ആശ്രയിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ പുറകോട്ട് പോയിരുന്നു, അല്ലെങ്കിൽ പിന്നോക്കം പോയിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യത്തിൽ എന്നേക്കാൾ വലിയൊരു ശക്തിയെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ഏത് തരത്തിലുള്ള ശക്തി, ഇപ്പൊ നമ്മളെ ദൈവം എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ദൈവത്തെ നമുക്ക് അതിൻ്റെ അകത്ത് കൂട്ടുപിടിക്കേണ്ടതെല്ലാം മാറ്റി നിർത്തിയേക്കാം. എന്നെ കൊണ്ട് അപ്രാപ്യമായ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂട്ട്, അദ്ദേഹത്തിലുള്ള ആ ഒരു സമർപ്പണവും ആശ്രയത്വവും ഉപയോഗിച്ചേക്കാം എന്നുള്ള ഇരട്ടത്താപ്പ് ആ കാര്യത്തിൽ ചെയ്തിരുന്നു. അവിടെയും അത് അപകടകരമാണെന്ന് ബോധ്യമായി.
അപ്പൊ അവിടെയും അപ്പൊ അത്തരം ഒരു കാര്യങ്ങളിലൊക്കെ നിന്ന് ചിന്തിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ കൂട്ടായ്മ പറയുന്ന മറ്റൊരു കാര്യവും ബോധ്യപ്പെടുന്നത്. മനുഷ്യസാധ്യമായിട്ടുള്ള ഒന്നും ദൈവം നമുക്ക് വേണ്ടി ചെയ്യല. നമ്മുടെ കൂട്ടായ്മ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എൻ്റെ മനസ്സിനെ അതുപോലെ സ്പർശിച്ച ഒരു കാര്യമായിരുന്നു അത്. അപ്പൊ മനുഷ്യന് സ്വന്തമായിട്ടുള്ള നിലയ്ക്ക് ചെയ്യാവുന്നതായ ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ടി ദൈവം നമ്മൾ ചെയ്തു തരിക, നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത അപ്രാപ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ വലിയ ശക്തിയിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും ആ ശക്തിയെ പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയുള്ള പരിഹാരത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും നമ്മളെ മാനസികമായിട്ട് നമ്മളതിൻ്റെ അകത്ത് സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ ആ ശക്തിയുടെ സഹായം വരും. അതെനിക്കൊരു ഒരുപാട് ഘട്ടങ്ങളിൽ പിന്നീട് എനിക്കത് മനസ്സിലായി. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ വൈകാരിക തലത്തിലുള്ള ആ ഒരു വളർച്ചയുടെ കാര്യത്തിൽ ഒരു വലിയ ശക്തിയിലുള്ള വിശ്വാസം, അത് നല്ല നിലയിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു, നിലനിർത്താൻ കഴിയുന്നു. എൻ്റെ ഇച്ഛയും ജീവിതവും ആ ശക്തിയിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത് ചെറിയ ഒരളവിൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് 12 പടികളും അടിച്ചു കൊടുക്കുക, അതിൻ്റെ അകത്ത് നമ്മുടെ കൂട്ടായ്മ പറയുന്ന പോലെ അല്ലാത്ത രീതിയിലും അതിൻ്റെ അകത്ത് എല്ലാ തലത്തിലും അതുപോലെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ല, അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ കുറെ ഭാഗങ്ങളിലൂടെ എൻ്റെ അകത്ത് സഞ്ചരിക്കുകയും കടന്നു പോവുകയും ചെയ്തിട്ടുള്ളൂ. അത് തന്നെ എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ മാറ്റവും വളർച്ചയും എന്ന് പറഞ്ഞാൽ ഞാൻ ഭൗതികമായിട്ടുള്ള അർത്ഥത്തിലല്ല, അതും ഉണ്ടായിട്ടുണ്ട്. ആ ഭൗതികമായിട്ടുള്ള ഒരു വളർച്ചയും അതിൻ്റെ അകത്ത് പ്രാധാന്യവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം ആ ഒരു മാറ്റം നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ചെറിയ അളവിൽ ഞാൻ ചെയ്തപ്പോൾ മാത്രം, ഇപ്പോഴും പല ഘട്ടങ്ങളിലും ഈ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചും കാര്യങ്ങൾ പോകണമെന്ന് ചിന്തിച്ചു പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മറുവശവും ചിന്തിച്ചു പോകാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഇന്നേ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് എൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ളതാണെങ്കിലും അല്ലെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് മനസ്സിലതിൻ്റെ അതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ ആ വലിയ ശക്തിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് അമിതമായിട്ട് ഇന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നുള്ള ചിന്തയും വരാറില്ല. ഇനി അങ്ങനെ വിപരീതമായിട്ട് സംഭവിച്ചാൽ പോലും ആ ശക്തിയുടെ തീരുമാനം ഈ രീതിയിൽ നടക്കണമെന്നായിരുന്നു എന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ഒരു മാനസിക തലത്തിലേക്ക്, വൈകാരിക തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തില് പോലെ തന്നെ നമ്മുടെ വൈകാരിക തലത്തിലുള്ള ആ പ്രശ്നങ്ങളും വൈകാരിക സ്വബോധാവസ്ഥയുടെ കാര്യത്തില് ആ തലത്തിലുള്ള നമ്മുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയാണല്ലോ നമുക്കുള്ളത്. ഇത് പലപ്പോഴും തലപൊക്കും. എൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ ഞാൻ മുൻപൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുള്ളത് പോലെ അമിതമായിട്ടുള്ള മദ്യാസക്തി അല്ലെ മദ്യപാനം എന്നെ ഏതെല്ലാം മേഖലകളിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവിടെ നിന്നെല്ലാം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പുറന്തള്ളിയിട്ടുണ്ട്, അത്തരത്തിൽ അപമാനിതനായിട്ടുണ്ട്, അല്ല എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഏതെല്ലാം മേഖലകളിൽ എവിടെ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതേ മേഖലകൾക്ക് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ പുറകെ ചെല്ലാതെ തന്നെ നമ്മളെ തേടി അത് എത്തുന്ന തലത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിരുന്നു. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ഉൾപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ അകത്ത് കൂടുതൽ അത് ഉത്തരവാദിത്വപരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ വരുന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപകടാവസ്ഥയും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഒരേ സമയം ഒന്നിലേറെ കാര്യങ്ങളുടെ ഭാഗമാവുകയും അങ്ങനെയുള്ള ആ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് മാനസികമായിട്ടുള്ള വൈകാരിക തലത്തിലുള്ള സമ്മർദ്ദം അനുഭവിക്കുകയും അതിൻ്റെ അകത്ത് നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ഒരു മദ്യാസക്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള ആ കാര്യം
പലപ്പോഴും ചിന്തയിൽ വരും. അതാദ്യമായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 വർഷം മുമ്പ് ഞാൻ എറണാകുളം ഇന്റർ ഗ്രൂപ്പിന്റെ ഒരു സേവക സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു സേവന കാലാവധി ഞാൻ റൊട്ടേഷൻ പൂർത്തിയാകുന്ന സമയത്ത് ശരിക്കും ഇക്കാര്യങ്ങൾ പണ്ടും അമിതമായ കുടിയിലേക്ക് പോയ ഒരു ചെറിയ കാലയളവ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കാര്യം, ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്ര നല്ല മോശമാണെങ്കിലും ചെയ്തതാണെങ്കിലും അത് പരമാവധി നന്നായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളതും അത് പൂർണ്ണതയില്ലെങ്കിൽ പോലും പരമാവധി പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് കാര്യങ്ങളെ നമ്മൾ എന്തിന്റെ ഭാഗം നിൽക്കുന്നു, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കൂട്ടായ്മ എന്താണോ പറയുന്നത് അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ രീതിക്കനുസരിച്ച് ആ കൂട്ടായ്മയും അതിന്റെ തത്വങ്ങളെ കൊണ്ടുവരികയല്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചില കീഴ്വഴക്കങ്ങളെയും ചില രീതികളെയും അത് അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടതിന്റെ മനസ്സിലാക്കുന്നതിനെ സഹായിച്ചത് ലിറ്ററേച്ചറോട്ട്. അത് ആ അനുഭവം വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ അല്ലെ നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ കണ്ടെത്തേണ്ടതും തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ലിറ്ററേച്ചറുകളിലൂടെയാണ്. ഓരോ കാര്യത്തിലും കൃത്യമായിട്ടും അതിനെക്കുറിച്ച് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഏതിനെ സംബന്ധിച്ച് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് ഒരു മദ്യാസക്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അതിൻ്റെതായ ലിറ്ററേച്ചറുകളിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ അതിൻ്റെതായ കൂട്ടായ്മയുടെ രീതികളിലേക്ക് പോകുന്നപ്പോഴത്തെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ തരത്തിലേക്കുള്ള വഷളായിട്ടുള്ള അവസ്ഥയിലേക്കൊന്നും നമ്മുടെ കൂട്ടായ്മയിലെ കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. അത് ഇത്രമാത്രം സംഘടിതമായിട്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊന്നും ഈ സംഘടിതമായ പരിപാടിയൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് സർവീസിലേക്ക് വരുന്നത്. പക്ഷെ അത് അതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഞാനത് വല്ലാത്ത രീതിയിലുള്ള വൈകാരിക തലത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോൾ, മാനസിക സമ്മർദ്ദം അനുഭവിച്ചൊരു ഘട്ടത്തിൽ അന്ന് അതിന്റെ ഇന്റർ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഡെലിഗേറ്റ് ആയിട്ട് ടോണി ചേട്ടനോട് ഞാൻ പറഞ്ഞു, ടോണി ചേട്ടൻ, ഞാൻ ഇനി കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എയിൽ വന്നത്. പക്ഷെ ഞാൻ ഇനിയും ഇതിൽ ഇതിന്റെ അകത്ത് ഈ പറയുന്ന ഒരു സേവകൻ എന്നുള്ള നിലയ്ക്ക് തുടരുകയാണെങ്കിൽ കുടിച്ചു പോകുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു ദിവസം സംസാരിച്ചു. അപ്പൊ ഒരു 5 മാസം കൂടെ അതിന്റെ അകത്ത് കാലാവധി തീരാനുണ്ടായിരുന്നുള്ളൂ. എന്തായാലും 5 മാസങ്ങൾക്ക് ശേഷം അതൊരു വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയാണ് ഞാൻ അതിന്റെ തിരിഞ്ഞിറങ്ങുകയും ചെയ്തത്. അപ്പൊ ഈ വൈകാരിക തലത്തിൽ ഒരു മദ്യാസക്തന്റെ ആ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിന്റെ അകത്ത് കാലങ്ങൾ മുന്നോട്ട് പോയാലും അതിന്റെ സുഖപ്പെടുത്തലും ശരിപ്പെടുത്തലും ഒക്കെ നടക്കുമ്പോഴും ഒരു 4 എടുത്താൽ മതി. ആ ഒരു സുഖപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഇടയ്ക്ക് വൈഫ് ഇൻസുലിൻ എടുക്കുന്നതിന്റെ ഒരു ഡോസ് ചോദിക്കാൻ വേണ്ടി വന്നുപോയി. അപ്പം ചെറുതായിട്ടൊന്ന് ശബ്ദം അതിന്റെ ആ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. അപ്പം പിന്നീട് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഈ സമ്മർദ്ദങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് പാടില്ല എന്ന് പിന്നീട് പല ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ടു. ആ ഒരു ബോധ്യപ്പെടൽ കുറച്ചുകൂടെ നമുക്ക് ഇതിന്റെ അകത്ത് മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് നമ്മുടെ ലാംബർട്ട് മാഷിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പടികളുടെ ഒരു പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു മുഖ്യ സംഘാടകനായിട്ടുള്ള പ്രമോദ് ചേട്ടനൊക്കെ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടല്ലോ. അതില് നമ്മളെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പല ആളുകളെയും കഴിഞ്ഞ ഒരു 3 മാസക്കാലമായിട്ട് അവിടെ വെച്ച് കാണാനും പറ്റുന്നുണ്ട്. അവിടെ വെച്ച് മാഷ് പറഞ്ഞ ഒരു സംഭവം അതെന്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അല്ലെ എന്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് വല്ലാതെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു. അല്ല മറ്റൊരു അംഗത്തെക്കുറിച്ച് നല്ലൊരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു കാര്യം ഒരു നല്ല കാരൻ പറഞ്ഞതായതുകൊണ്ടും അത് എന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു അനുഭവം ആയതുകൊണ്ടും ഞാനത് പങ്കുവെച്ചു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് താൽക്കാലികമായിട്ട് ചുമതലയേൽക്കാൻ മാനേജ്മെന്റ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പക്വത വന്ന, ഇരുത്തം വന്ന, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊസിഷനിലേക്കോ അല്ലെ പദവികളിലേക്കോ അക്കാദമിക തലത്തിലേക്കോ ഒക്കെ നമ്മൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്നും ആ ഒരു തിരിച്ചറിവും അത്തരത്തിലുള്ള ഒരു വൈകാരിക അവസ്ഥ നിലനിർത്തിക്കൊണ്ട് വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായ ഒരു ബോധ്യപ്പെടലുള്ളത് കൊണ്ടും മാഷ് അതിൻ്റെ അകത്ത് ആ പ്രിൻസിപ്പൽ സ്ഥാനം നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും ഉത്തരവാദിത്തപ്പെട്ടമായ ഒരു കാര്യം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വൈകാരിക തലം, മാനസിക തലം ഉള്ള ആളല്ല മാഷെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട്
എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചതാണ്. എങ്കിലും പിന്നെ അതൊന്ന് ഒരു ഘട്ടത്തിൽ അത് നിവൃത്തിയില്ലാതെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മാനേജ്മെന്റ് സ്ഥാപനമാണെന്നുള്ള നിലയിൽ ചെറിയൊരു കാലയളവിലേക്ക് അദ്ദേഹം അത് വഹിക്കുകയും അത് ഉണ്ടാക്കിയ ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ കുറിച്ചും അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം ഈ പറഞ്ഞു വന്നത് നമ്മള് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായി. ഞാൻ അന്നേ ദിവസം അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോണൊക്കെ സൈലന്റിൽ ഇട്ടൊക്കെയാണ് ഞാൻ സാധാരണ രീതിയിൽ എയുടെ ഒരു മീറ്റിംഗ്. എന്റെ എയുടെ അല്ല, എയിൽ നിന്നും പഠിച്ച അത്തരം കാര്യങ്ങൾ ഞാൻ മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് മീറ്റിങ്ങിൽ വന്നാലും ഞാൻ അതിൻ്റെ അകത്ത് ഒരിക്കലും അത് ഇരിക്കുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഫോണൊന്നും സൗണ്ട് മോഡിൽ ഇടാറില്ല, സൈലന്റ് മോഡിൽ ഇട്ടിരുന്നു. അപ്പൊ ഇവിടുത്തെ എന്റെ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ഒരു കൗൺസിലർ ഒരു 5 പ്രാവശ്യം എന്നെ ഫോൺ ചെയ്തു. ഒരു 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇത് വിളിച്ചപ്പോഴത്തേനും എനിക്ക് അവിടെ അസ്വസ്ഥതയും ചെറിയൊരു ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിക്കുക മാത്രമല്ല, അത്യാവശ്യം അവരോട് ഞാൻ വളരെ പരുഷമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പരുഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ആയിരുന്നില്ല, ഈ വരാനിരിക്കുന്ന ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർഡിന്റെ ചുമതല ഉള്ള ഒരാളായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചുമതലക്കാരൻ എന്നുള്ള ചില കാര്യങ്ങളിലേക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്, അദ്ദേഹമല്ല ഒരു വനിതയായിരുന്നു കൗൺസിലർ, അവർ സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാനൊരു മദ്യാസക്തനാണെന്നോ എയിലാണെന്നോ കോഴിക്കോടാണെന്നോ പടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യാണ്, ഇതൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ എൻ്റെ ആ വൈകാരികമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ മനസ്ഥിതി അവിടെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ അവരോട് വളരെ ഇതായിട്ട് സംസാരിച്ചു. തിരിച്ചുള്ള യാത്രയിൽ എനിക്ക് അതിൻ്റെ തോന്നി, ഞാനിത് എവിടെയാണെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരാളാണെന്നോ ഒന്നും ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ. ഞാനത് കുറച്ചുകൂടെ ഇതായിട്ട് അതിനെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോഴാണ് മാഷ് പറഞ്ഞ ഒരു കാര്യത്തില്, കാരണം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് കുറച്ച് പാലിച്ചതാണ് എങ്കിൽ അത് നമ്മളെ മാനസിക സമ്മർദ്ദത്തിനും സംഘർഷത്തിലേക്കും എത്തിക്കുമെങ്കിൽ, നമ്മുടെ വൈകാരിക സുബോധാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ആ തിരിച്ചറിവോടുകൂടി വിട്ടു നിൽക്കണം, മാറി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ എന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. എന്നാലും ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്ക് അതിൻ്റെ അകത്ത് വീട്ടിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വൈഫിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വൈഫും അതിൻ്റെ അകത്ത് 2-3 മാസത്തേക്ക് അവധിയൊക്കെ എടുത്തിരിക്കുക, വീട്ടിൽ നിന്നും അധികം അങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളില്ല. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഈ ഉത്തരവാദിത്തത്തിൽ തന്നെ ഒഴിവാക്കി തരണം എന്നുള്ള കാര്യം ഞാൻ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അപ്പം അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇതിൻ്റെ അകത്തൊരു സംഭവമാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഈ നാളെ ഇതിൻ്റെ അകത്ത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വലിയ കക്ഷിയായിട്ട് ഇതിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ആളാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല. എന്നെ പോലുള്ള ഒരു മദ്യാസക്ത രോഗിക്ക് വൈകാരിക തലത്തിൽ ഇത്തരം കാര്യങ്ങളെ ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ള ആളാണ്. അതെന്റെ വൈകാരിക സ്വഭാവാവസ്ഥയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെ കരുതലോടെ വിട്ടു നിൽക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവും കൂടി ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഈ 12 വർഷങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ ഇതിന്റെ ഈ കൂട്ടായ്മയിൽ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴും ഇതൊക്കെ അതിൻ്റെ അകത്ത് തലപൊക്കുന്നു. അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞു പോകേണ്ടത്. അപ്പം ഇന്നലെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം, അല്ലെ എൻ്റെ മനസ്സിലൂടെ വന്നു പോകാറുള്ള കാര്യം, ഇന്നലകളിലെ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഇന്നത്തെ 12-ാം പടി പ്രവർത്തനമൊന്നും എൻ്റെ ഇന്നത്തെ സുബോധാവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്നില്ല. ഇന്നലകളിൽ ഞാൻ എത്രമാത്രം മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, ഈ സന്ദേശം എത്രമാത്രം അല്ലെങ്കിൽ എത്ര നൂറുകണക്കിന് ആളുകളിലേക്ക് എത്തിച്ചോ എന്നുള്ളതൊന്നും എൻ്റെ ഇന്നത്തെ സുബോധാവസ്ഥയെ നിലനിർത്താൻ ഒരു കാരണവശാലും സഹായിക്കില്ല എന്ന് നമ്മുടെ കൂട്ടായ്മ പറയുന്നുണ്ട്. അപ്പൊ എത്ര കാലം മുന്നോട്ട് സഞ്ചരിച്ചാലും മദ്യാസക്തി എന്ന് പറയുന്ന രോഗവും എൻ്റെ ജീവിതത്തിൽ മദ്യാസക്തിയോ മദ്യപാനമോ തുടങ്ങുന്നതിന് മുണ്ടായിരുന്ന ജന്മവാസകളിലെ ഏറ്റക്കുറച്ചിലുകളും അത് പൂർണ്ണമായിട്ട്
ഒന്നും അതിൻ്റെ അകത്ത് എനിക്ക് ഇല്ലാതാക്കി കളയാൻ പറ്റിയില്ല. മദ്യത്തെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നു, മദ്യാസക്ത രോഗത്തെ നമ്മൾ എങ്ങനെ കരുതലോടെ നേരിടുന്നു എന്നല്ല, കരുതലോടെ നമ്മൾ അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നോ, നേരിടുന്നു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, എങ്ങനെ കരുതലോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, അതേ രീതിയിലൂടെ തന്നെ നമ്മുടെ വൈകാരിക തലങ്ങളെയും ഈ പറയുന്ന നമ്മുടെ മദ്യപാനം ഒഴികെയുള്ള നമ്മളിൽ നിന്നും മാറ്റി നിർത്തേണ്ട, അകറ്റി നിർത്തേണ്ട, വിട്ടുകളയേണ്ട മറ്റ് പ്രശ്നങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ശരിക്കും ഞാൻ അതിൻ്റെ അകത്ത് ഈ വൈകാരിക തലത്തെക്കുറിച്ചുള്ള ഒരു സംസാരമാവട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്. അത് സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അല്പം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് അതിൻ്റെ അകത്ത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അല്ല നമുക്ക് അതിൻ്റെ മനസ്സിൽ ശക്തമായി ഉറപ്പിച്ചുകൊണ്ട്, നമ്മളൊക്കെ അതിൻ്റെ അകത്ത് കൂട്ടായ്മയുടെ ഭാഗമായി ഒരു രോഗത്തിന്റെ വാഹകരെന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുമ്പോഴും നമ്മുടെ കൂട്ടായ്മ പറയുന്ന ഒരേ ഒരു കാര്യം, അതിനുവേണ്ടി ആയിരിക്കണമല്ലോ നമ്മളൊക്കെ നിലനിൽക്കേണ്ടത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് ആ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കൂട്ടായ്മ പറയുന്നത്, കൂട്ടായ്മയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ പെട്ട് നട്ടം തിരിയുന്ന ആളുകളെ ആ രോഗാവസ്ഥയിൽ നിന്ന് മോചിതരാക്കുകയും അത്തരത്തിലുള്ള ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് ഈ രോഗത്തിൽ നിന്നും കരകയറാൻ സഹായിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരേ ഒരു ലക്ഷ്യം, മദ്യാസക്തരായിട്ടുള്ള ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുകയും അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളൂ. ആ ലക്ഷ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇന്നേ ദിവസം ഈ മീറ്റിങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതുകൊണ്ടും കുറച്ചു ദിവസങ്ങളായിട്ട് മനസ്സിൽ ഈ വൈകാരിക തലങ്ങളിൽ അതിൻ്റെ അകത്ത് വളരെയധികം വേലിയേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തെ ഒരു അനുഭവമായിട്ട് ചേർത്ത് വെച്ച് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിനും ഈ മീറ്റിങ്ങിന്റെ ിലുള്ള എല്ലാവരോടും കൂട്ടായ്മയോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സുനിലേട്ടൻ, ഞങ്ങളോട് ഇത്ര നേരം വൈകാരിക സുബോധത്തിന്റെ ഈ വിഷയം സംസാരിച്ചതിന്. പല രീതിയിലുള്ള കേൾക്കുന്നുണ്ട്.